പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ വർക്ക് ആൻഡ് എനർജി. ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് കൊടുത്തിട്ടുള്ളത്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇസ് ജനറേറ്റഡ് യൂസിങ് ദിസ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദ ഡാം. അതായത് ഈ ഡാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഒരു കുട്ടി പറയുന്നത്. അപ്പോൾ അടുത്ത ആളെ സംശയം, ഹൗ ഡസ് ദിസ് വാട്ടർ ഗെറ്റ് സോ മച്ച് എനർജി? അപ്പോൾ ഈ വാട്ടറിന് എങ്ങനെയാണ് ഇത്രയും എനർജി കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ചാപ്റ്റർ കഴിയുന്നതോടുകൂടി ഈ ഒരു ഡൗട്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ലെറ്റ്സ് സീ ഹൗ ദിസ് ഈസ് പോസിബിൾ. ദ ഫോളോയിങ് ഫിഗേഴ്സ് ഡെപ്പിക്റ്റ് ആക്ടിവിറ്റീസ് ഫെമിലിയർ ടു അസ് ഇൻ അവർ ഡെയിലി ലൈഫ്. അനലൈസ് ദ സിറ്റുവേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് ഇവിടെ 4 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ ബേസ് ചെയ്തുകൊണ്ട് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് പേജിലുള്ള ടേബിൾ. അതിൽ ഒന്നാമത്തെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരാൾ ചുമടുമായിട്ട് ലോറിയിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാറ തള്ളി നിൽക്കുന്ന ഒരു ചിത്രമാണുള്ളത്. മൂന്നാമത്തേത് ഒരാൾ ട്രോളി തള്ളുന്നുണ്ട്. നാലാമത്തേത് ഒരാൾ തലയിൽ വെയിറ്റുമായിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പേജിൽ ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഫില്ല് ചെയ്യാൻ നമുക്ക് നോക്കാം. ദെൻ സിറ്റുവേഷൻ വെർ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അതായത് ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി. അതായത് ഒരു ലോറിയിലേക്ക് ഗുഡ്സ് കയറ്റുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ആ വെയിറ്റ് മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതെന്തിൻ്റെ മേലാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലോഡാണ്. ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റ് യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് താഴെ നിന്നുള്ള ആ ഒരു ലോഡിനാണ് നമ്മൾ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, പൊസിഷൻ ചേഞ്ചിനാണല്ലോ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ലോഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആൻസറായിട്ട് വരുന്നത് യെസ് ആണ്. ദ നെക്സ്റ്റ് ലാസ്റ്റ് ബോക്സിലുള്ളത് ഈസ് ദർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനാണോ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ താഴ്ന്ന മുകളിലേക്കാണ് ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ മോഷനും താഴ്ന്ന മുകളിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഫിഗർ ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക് അല്ലേ. ഒരു വലിയ പാറ തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ മേലെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? റോക്ക്. ദെൻ ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? അതായത് പാറ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്ത് തള്ളിയിട്ടുണ്ടെങ്കിൽ പാറ നീങ്ങുന്നില്ലല്ലോ. ഇവിടെ ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ അവിടെ നെക്സ്റ്റ് കോളത്തിന് അവിടെ പ്രസക്തി ഇല്ല. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറും നോ ആയിരിക്കും. ദെൻ അവിടെ തേർഡ് ഫിഗറിൽ എ ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ട്രോളി തള്ളി കൊണ്ടുപോകുന്ന ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തിന് മേലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ട്രോളി. ദെൻ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റ് ഇല്ലേ. ട്രോളി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? യെസ്. ദെൻ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ ട്രോളി മുന്നോട്ടാണ് തള്ളുന്നത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങോട്ടായിരിക്കും? ഫ്രണ്ടിലേക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഫോർത്ത് ഫിഗർ എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. അതായത് ഒരാൾ തലയിൽ ഒരു ചുമടുമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ് എന്തിൻ്റെ മേലായിരിക്കും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? ആ ലോഡിൻ്റെ മേലായിരിക്കും. ഇസ് ദർ എനി ഡിസ്പ്ലേസ്മെൻറ്റ്? ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? കാരണം അവിടെ നിൽക്കുകയാണ് അയാൾ. അപ്പോൾ അയാൾ തലയിൽ വെച്ചിരിക്കുന്ന ലോഡിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല. ദെൻ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണോ എന്നാണ് ചോദ്യം. നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ബോക്സ് എന്തായാലും നോ തന്നെ ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻ ഓൾ ദീസ് സിറ്റുവേഷൻ അല്ലേ. ഈ ടേബിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ആ ഡയറക്ഷനിൽ തന്നെ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നില്ല എന്നാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് വർക്ക്. Work is said to be done by a force if there is a displacement for the object in the direction of the applied force. അതായത് നമ്മൾ ഒരു അപ്ലൈഡ് ഫോഴ്സ്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫിഗറിൽ ഈ ഒരു ടേബിൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇൻ ടേബിൾ 6.1 ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ വേർ വർക്ക് ഈസ് ഡൺ. അതിൽ ഏതൊക്കെ ഫിഗറിലാണ് നമുക്ക് അവിടെ വർക്ക് ഡൺ ആയിട്ടുള്ളത്? എന്തിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി അല്ലേ. അതായത് ഒരു ലോറിയിലേക്ക് ലോഡ് കയറ്റുന്ന സമയത്ത് നമ്മളവിടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് താഴെ നിന്ന് എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ അതിന് മൂവ്മെൻറ്റ് ഉണ്ടായി. അതിനവിടെ
മൂന്നാമത്തെ ഫിഗറായിട്ട് കൊടുത്തിട്ടുള്ള എ ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് മുന്നിലേക്കാണ്, അല്ലെങ്കിൽ ട്രോളി മുന്നോട്ടാണ് തള്ളുന്നത്. അപ്പോൾ ട്രോളിൻ്റെ മൂവ്മെൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റും അങ്ങോട്ട് തന്നെ ആയിരിക്കും, മുന്നിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുത്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അതിനും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി. ആ രണ്ട് സിറ്റുവേഷനിൽ നമുക്കവിടെ വർക്ക് ചെയ്തു എന്ന് പറയാം. ഇനി മറ്റ് രണ്ട് കേസിലും ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ വേർ വർക്ക് ഈസ് നോട്ട് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്, വലിയൊരു പാറ തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പാറ നീങ്ങുന്നില്ലല്ലോ. ആ പാറ മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം, പാറക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ മാത്രമേ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും അതിന് മൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ വർക്കൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതേപോലെ നാലാമത്തെ ഫിഗറിൽ ഒരാൾ നല്ല വെയിറ്റുമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അയാൾ അത്രത്തോളം ഫോഴ്സ് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, ആ വെയിറ്റിന് താങ്ങി നിർത്തുന്നുണ്ട്. പക്ഷേ ആ ലോഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ദെൻ ക്യാൻ വി കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ. നമുക്ക് ഈ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. മെഷർ ഓഫ് വർക്ക്. ഇവിടെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ സിറ്റുവേഷൻ ഡെപ്പിക്റ്റഡ് ഇൻ ഫിഗർ 6.2 വെർ ആൻ അറ്റൻഡർ ഷിഫ്റ്റ് പേഷ്യൻ ടു എ ഡിസ്റ്റൻറ്റ് ഓഫ് 10 meter എലോങ് എ ലെവൽ വരാന്ത. അതായത് ലെവൽ വരാന്തയിലൂടെ ഒരു പേഷ്യൻറ്റിനെ ഒരു അറ്റൻഡർ തള്ളിക്കൊണ്ടുപോകുന്നൊരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഹിയർ ദ അപ്ലൈഡ് ഫോഴ്സ് വാരീസ് അക്കോർഡിംഗ് ടു ദ വെയ്റ്റ് ഓഫ് ദ പേഷ്യൻസ്. രണ്ട് പേഷ്യൻ്റുണ്ട് രണ്ട് ഫിഗറിൽ, സിറ്റുവേഷൻ 1ലും സിറ്റുവേഷൻ 2ലും. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കും. കാരണം നല്ല വെയിറ്റുള്ള ആളെ തള്ളി നീക്കണമെങ്കിൽ നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യണമല്ലോ. Isn't it because the frictional force on the wheelchair increases as the patient weight increases? അതായത് പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആ ഫ്രിക്ഷണൽ ഫോഴ്സ്, വീൽ ചെയറിൽ അപ്ലൈ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും കൂടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പേഷ്യൻറ്റിനെ മുന്നോട്ട് തള്ളണമെങ്കിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. പേഷ്യൻ്റ് ഓൺ വീൽ ചെയർ ആർ ടു ബി ഷിഫ്റ്റഡ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 10 meter. എ ഫോഴ്സ് ഓഫ് 40 Newton ഈസ് ടു ബി അപ്ലൈഡ് ഓൺ ദ വീൽ ചെയർ ഇൻ സിറ്റുവേഷൻ 1. ദ ഫോഴ്സ് നീഡഡ് ഈസ് 70 Newton ഇൻ സിറ്റുവേഷൻ 2. ആ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം നമുക്ക്. ഒന്നാമത്തെ സിറ്റുവേഷനിൽ ഒരു മെലിഞ്ഞിരിക്കുന്ന ആളാണ്, രണ്ടാമത്തേൽ കുറച്ചും കൂടെ വണ്ണുള്ള ആളാണ്. അപ്പോൾ ഒന്നാമത്തേൽ ആ ഒരു പേഷ്യൻറ്റിനെ തള്ളി നീക്കണമെങ്കിൽ 40 Newton അപ്ലൈ ചെയ്താൽ മതി. രണ്ടാമത്തെ ഫിഗറിൽ ആ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ 70 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇൻ ബോത്ത് ദ കേസസ് ദ വീൽ ചെയർ വാസ് ടേക്കൺ അറ്റ് ദ സെയിം സ്പീഡ് അലോങ് ദ സെയിം പാത്ത്. ഈ രണ്ട് ഫിഗറിലും ഒരേ ദൂരം ഒരേ സ്പീഡിലാണ് വീൽ ചെയർ കൊണ്ടുപോകുന്നത്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വീൽ ചെയർ ഈസ് ഓൾസോ ദ സെയിം. രണ്ടാണ് ഒരേ ദൂരമാണ് കൊണ്ടുപോകേണ്ടത്. അതായത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം ആണ്. When we move object across a floor on a horizontal plane, we are applying a force against the force of friction. Hence, we are doing work against the force of friction. അതായത് നമുക്കൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എതിരായിട്ട് ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ മൂവിങ് അല്ലെങ്കിൽ മോഷൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോഴ്സാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സിനാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ബോഡിനെ മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ. ഹെൻസ് വി ആർ ഡൂയിങ് വർക്ക് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ വിച്ച് സിറ്റുവേഷൻ വാസ് വർക്ക് ഡൺ മോർ വർക്ക് ഡൺ? വൈ? ഏത് സിറ്റുവേഷനിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക? സിറ്റുവേഷൻ 2. അതിനൊരു റീസൺ ചോദിച്ചിട്ടുണ്ട്. മോർ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, കൂടുതൽ ഫോഴ്സ് 70 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തത് സെക്കൻഡ് ഫിഗറിലാണ്. ദെൻ ഹിയർ വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്? ഇവിടെ ഈ ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ക്വാണ്ടിറ്റി ഓഫ് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഫോഴ്സാണ്. കാരണം ഒന്നാമത്തെ ഫിഗറിൽ 40 Newton ആണ് അപ്ലൈ ചെയ്തത്, രണ്ടാമത്തെ ഫിഗറിൽ 70 Newton ആണ്. അപ്പോൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ആയിരിക്കും. If the patient in the second situation has to be shifted through a distance of 20 meter under the same condition, the quantity of work done will increase. അപ്പോൾ ഈ സെക്കൻഡ് ഫിഗറിലുള്ള പേഷ്യൻറ്റിനെ നമ്മൾ 20 meter ഡിസ്റ്റൻസാണ് കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ളത് 10 meter ആയിരുന്നു. അപ്പോൾ 20 meter ദൂരത്തേക്കാണ് സെയിം കണ്ടീഷനിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അളവും കൂടും. ഹിയർ വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ? അപ്പോൾ ഇവിടെ ഏത് ഫാക്ടറാണ് ക്വാണ്ടിറ്റി ഓഫ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. From the situations discussed above, write down in a sense the factors influencing the work done. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയും കാര്യം പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വർക്ക് ഡണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്.
Work done is measured as the product of force applied and the displacement of the object in the direction of the applied force. അപ്പോൾ നമ്മൾ വർക്ക് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെയും അപ്പോൾ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഫോഴ്സിൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് മെഷർ ചെയ്യുന്നത്. When a force F Newton is continuously applied on a body and if the displacement in the direction of the applied force is S meter, then the work done by the force on the body will be work done equal to force into displacement. അതായത് ഒരു ബോഡിയിൽ എഫ് ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എഫ് ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം അതിന് എസ് മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എങ്കിൽ അവിടെ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് W ഈക്വൽ ടു എഫ് എസ് എന്ന് എഴുതാം. എഫ് ഇൻറ്റു എസ് അഥവാ എഫ് എസ്. നമുക്കറിയാം ഇതിൻ്റെ വർക്കിൻ്റെ യൂണിറ്റ് കാണണമെങ്കിൽ യൂണിറ്റ് ഓഫ് വർക്ക് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ ആണ്. സോ ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ. You have understood that the unit of work is Newton meter. It is known as joule in SI unit. ഈ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള യൂണിറ്റിന് SI യൂണിറ്റിൽ പറയുന്ന പേരാണ് ജൂൾ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി മുതൽ നമ്മൾ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് ജൂൾ എന്നാണ് പഠിക്കാൻ പോകുന്നത്. നെയ്മഡ് ഓൺ ഹോണർ ഓഫ് ദ സയൻറ്റിസ്റ്റ് ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ. അല്ലേ, ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ യൂണിറ്റിന് ജൂൾ എന്ന് കൊടുത്തിട്ടുള്ളത്. Then, if a force of 1 Newton moves an object through a distance of 1 meter in the direction of force along a horizontal surface, calculate the work done by the force. അതായത് ഒരു 1 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനൊരു 1 മീറ്റർ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ W ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു 1 മീറ്റർ ആണ്. വർക്ക് ഡൺ W ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് അഥവാ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ ഓർ 1 ജൂൾ എന്ന് പറയാം. If a force of 1 Newton is applied on an object and the object is displaced by 1 meter in the direction of the force, then the work done on the body by the force is 1 joule. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് 1 മീറ്ററാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ 1 മീറ്ററാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടായ വർക്ക് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് മേലെ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് 1 ജൂൾ ആയിരിക്കും. ദെൻ ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വൈ ലിഫ്റ്റിംഗ് ഒബ്ജക്റ്റ്? ഇത് നമ്മളൊരു ബോഡി മൂവ് ചെയ്യുക അല്ലെങ്കിൽ നിരക്കി നീക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഇവിടെ വർക്ക് ഡണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് 2 ഇക്വേഷൻസ് ആണ് ഓർത്ത് വെക്കാനുള്ളത്. ഒന്നാമത്തേത് W ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ്, അതിൻ്റെ യൂണിറ്റ് ജൂളാണ്. നെക്സ്റ്റ് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്ന, ഒരു കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് എ ക്രെയിൻ ലിഫ്റ്റിംഗ് എ കണ്ടെയ്നർ ഓഫ് മാസ് m കിലോഗ്രാം ടു എ ഹൈറ്റ് h മീറ്റർ. അതായത് m കിലോഗ്രാം മാസുള്ള ഒരു കണ്ടെയ്നറിനെ h മീറ്റർ ഹൈറ്റിലേക്കാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ദ വെയ്റ്റ് ഓഫ് ദ കണ്ടെയ്നർ ഇസ് mg ന്യൂട്ടൺ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം m കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു mg ന്യൂട്ടൺ. ദ കണ്ടെയ്നർ ക്യാൻ ബി ലിഫ്റ്റഡ് ഓൺലി ഇഫ് അറ്റ് ലീസ്റ്റ് an equal force is applied in the upward direction. അതായത് ഈ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ന്യൂട്ടൺ ആണ്. അപ്പോൾ അത്രയും ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ, ആ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ കണ്ടെയ്നർ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ കഴിയൂ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദ കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിന് മേലെ എർത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും, അതിൻ്റെ വെയിറ്റ് ആയിരിക്കും, അത് ഈക്വൽ ടു mg ആയിരിക്കും. ഫോഴ്സ് ടു ബി അപ്ലൈഡ് ബൈ ദ ക്രെയിൻ ഓൺ ദ കണ്ടെയ്നർ. അപ്പോൾ ഈ ക്രെയിൻ കണ്ടെയ്നറിന് മേലെ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ളതായിരിക്കണം. സോ ഇറ്റ്സ് ഈക്വൽ ടു mg. ദെൻ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ക്രെയിൻ ഓൺ ദ കണ്ടെയ്നർ. ഈ ക്രെയിൻ ഈ കണ്ടെയ്നറിന് മേലെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ദ ഹൈറ്റ്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ആണ്. ആ ഹൈറ്റിലാണ് ആ ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഹൈറ്റ് h ആയിട്ടാണ് എടുക്കുന്നത്. ഹെൻസ് എസ് ഈക്വൽ ടു h. ദെൻ വർക്ക് ഡൺ W ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, ദാറ്റ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോഴ്സ് mg ആണ്. ദെൻ h എന്ന് പറഞ്ഞ ഹൈറ്റിന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എസ്സിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്നത് h എന്ന ഹൈറ്റാണ്. സോ mg ഇൻറ്റു h ഈക്വൽ ടു mgh.
വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി W=mgh. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്ത വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ W=mgh ആണ്. അല്ലാത്ത സമയത്ത്, അതായത് ഒരു ഒബ്ജക്റ്റിനെ സ്ട്രൈറ്റ് ലൈൻ നിരക്കി കൊണ്ടുപോകുക, അതേപോലെയുള്ള ഒരു ഓപ്ഷനാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ W=F/S ആയിരിക്കും. ദെൻ ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 gram ടു എ ഹൈറ്റ് 1 meter. ഇതിൻ്റെ ഗ്രാവിറ്റി G തന്നിട്ടുണ്ട് 10 m/s². ഇവിടെ ഹൈറ്റ് തന്നതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. W=mgh. ഇവിടെ മാസ് എന്ന് പറഞ്ഞാൽ 100 gram ആണ്. അതിന് നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 100 gram = 100/1000 ആണ്. സോ 0.1 കിലോഗ്രാം ആയിരിക്കും. ദെൻ G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്. H എന്ന് പറഞ്ഞാൽ 1. 0.1 × 10 × 1 = 1 ആയിരിക്കും ആൻസർ കിട്ടുക, 1 joule. ദെൻ നെക്സ്റ്റ്, എ ബാരൽ ഓഫ് മാസ് 50 kg ഈസ് ടു ബി ലോഡഡ് ഓൺ ടു എ ലോറി. പ്ലാറ്റ്ഫോം ഓഫ് ദ ലോറി ഈസ് അറ്റ് ഹൈറ്റ് ഓഫ് 2 meter ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. അതായത് ഒരു 50 kg മാസുള്ള ഒരു ലോഡ് ഒരു ലോറിയിലേക്ക്, ഒരു ബാരൽ ലോറിയിലേക്ക് കയറ്റണം. അതിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലോറിയിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 meter ആണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന്. G അവിടെ തന്നിട്ടുണ്ട് 10 m/s² ആണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ ദ ബാരൽ ഈസ് ലോഡഡ് ഓൺ ടു ദ ലോറി. ഇവിടെ നമ്മൾ കാണേണ്ടത്, അതായത് ഈ ലോഡ് ലോറിയിലേക്ക് കയറ്റുന്ന സമയത്ത് ചെയ്യുന്ന വർക്കാണ്, ഗ്രാവിറ്റിക്ക് എതിരായിട്ട് ചെയ്യുന്ന വർക്ക്. സോ ഇവിടെ ഹൈറ്റ് തന്നതുകൊണ്ട് നമുക്ക് W=mgh എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദെൻ 50 × 10 × 2 ദാറ്റ്സ് ഈക്വൽ ടു 1000 joule ആയിരിക്കും. ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇഫ് ഇറ്റ് ഈസ് റോൾഡ് ടു എ ഹൈറ്റ് ഓഫ് 2 meter യൂസിങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് 5 meter. അതായത് ഒരു 5 meter ലെങ്ത്തുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ചിട്ടാണ് 2 meter ഹൈറ്റിലേക്ക് നമ്മൾ ഈ ഒരു ലോഡ് കയറ്റുന്നതെങ്കിൽ അതിൻ്റെ വർക്ക് ഡൺ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അത് 1000 joule തന്നെയായിരിക്കും ആൻസർ. കാരണം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ഈ വർക്കിൻ്റെ പാത്ത് ഒരിക്കലും ഈ വർക്ക് ഡണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എത്ര ഹൈറ്റിലേക്ക് പോകുന്നു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ പാത്ത് ജസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഡസ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് പാസ് ഓഫ് മോഷൻ. അതായത് ഗ്രാവിറ്റിക്ക് എതിരായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോ. ദെൻ നെഗറ്റീവ് വർക്ക്. A child pulling a box kept on a table is depicted in figure. ഒബ്സർവ് ഇറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഫിഗറും കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടേബിളിൽ വെച്ചിരിക്കുന്ന ഒരു ബോക്സ് കുട്ടീൻ്റെ അടുത്തേക്ക് നിരക്കി നീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ഒബ്ജക്റ്റ് ആർ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എ. അതായത് ആ ബോക്സിൻ്റെ മേലെയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ ആണ്, അത് താഴേക്കായിരിക്കും. ദെൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബി ആണ്. കാരണം ഈ ഒബ്ജക്റ്റ്, ഈ ബോക്സ് കുട്ടിയുടെ അടുത്തേക്കാണ് നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, റൈറ്റിലേക്കായിരിക്കും. ദെൻ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ടേബിൾ ഓൺ ദ ബോക്സ് സി. അതായത് ഈ ടേബിൾ ഈ ബോക്സിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ആയിരിക്കും. ആൻഡ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ചൈൽഡ് ഓൺ ദ ബോക്സ് ഡി. അതായത് ആ ചൈൽഡ് ബോക്സിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ആണ്, കുട്ടിയുടെ ആ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. ഇതിനിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ചൈൽഡ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P to D ആയിരിക്കും. കാരണം ആ പി എന്ന പോയിന്റിൽ നിന്ന് ഡിയിലേക്കാണ് ഈ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ ബോക്സിനെ കുട്ടി വലിച്ച് നീക്കാൻ ശ്രമിക്കുന്നത്. ദെൻ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്കായിരിക്കും A to P. ദെൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, അതായത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കുട്ടി വലിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് കുട്ടി ഡി എന്ന ഡയറക്ഷനിലാണ് ബോക്സ് വലിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ബി എന്ന ഡയറക്ഷനിലായിരിക്കും. സോ P to B ആയിരിക്കും. ദെൻ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ടേബിൾ ഓൺ ദ ബോക്സ് C to P. അതായത് ടേബിൾ മുകളിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ C to P. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ബോക്സ് മൂവ്. ബോക്സ് ഏത് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക? P to D ആയിരിക്കും, അതായത് കുട്ടി വലിക്കുന്ന ആ ഡയറക്ഷനിൽ. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഡിഡ് ദ ബോക്സ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും ആ ബോക്സ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നീങ്ങിയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. എഗെയിൻസ്റ്റ് വിച്ച് ഫോഴ്സ് ഡിഡ് ദ ബോക്സ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. ഏത് ഫോഴ്സിനെതിരായിട്ടാണ് ഈ ബോക്സ് ഡിസ്പ്ലേസ് ചെയ്തത് അല്ലെങ്കിൽ നീങ്ങിയത്? നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്.
Why did the force of gravity and the force applied by the table cause no displacement to the box? അതായത് ഈ ഗ്രാവിറ്റിക്കും അതേപോലെ തന്നെ ടേബിൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനും എന്തുകൊണ്ടാണ് ബോക്സിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോത്ത് ആർ ബാലൻസ്ഡ് ഫോഴ്സസ്. അത് രണ്ടും ബാലൻസ്ഡ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. നമുക്കറിയാം ഈ ബാലൻസ്ഡ് ഫോഴ്സിന് ഒരിക്കലും ഒരു ബോഡിനെ മൂവ് ചെയ്യിക്കാൻ കഴിയില്ല. The box is displaced in the direction of the force applied by the child. So, we can consider that this force has done a work on the box. Such a work is positive work. അതായത് ഈ ഒരു ബോക്സ് ഡിസ്പ്ലേസ് ചെയ്തത് അല്ലെങ്കിൽ മൂവ് ചെയ്തത് ആ കുട്ടി അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ്. സോ ദിസ് ഫോഴ്സ് ഹാസ് ഡൺ എ വർക്ക് ഓൺ ദ ബോക്സ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു ഫോഴ്സ് ആ ബോക്സിന് മേലെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം. സച്ച് എ വർക്ക് ഈസ് പോസിറ്റീവ് വർക്ക്. ഇങ്ങനെയുള്ള വർക്കിനാണ് പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോക്സ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഹിയർ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദ ബോക്സ് ഈസ് കൺസിഡേർഡ് ആസ് നെഗറ്റീവ് വർക്ക്. അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്, ബോക്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് കുട്ടി അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ എഗെയിൻസ്റ്റുമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കേസിൽ ഇത് നെഗറ്റീവ് വർക്കാണെന്ന് പറയാം. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്തത്, ആ ബോക്സ് മൂവ് ചെയ്തത്. ദെൻ അതിൻ്റെ ഒരു ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുള്ളൊരു ബോക്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. If the displacement of an object is in the direction of the force, then the work done by the force on the object is positive. അതായത് ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായത് ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ചെയ്തിരിക്കുന്ന വർക്ക് പോസിറ്റീവ് എന്ന് പറയാം. ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ദെൻ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് നെഗറ്റീവ്. അതായത് ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായത് വർക്കിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ അവിടെ ഉണ്ടായ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വർക്കായിരിക്കും. ദെൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് പോസിറ്റീവ് വർക്കെന്നും നെഗറ്റീവ് വർക്കെന്നും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുന്ന സമയത്ത് ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും താഴേക്കായിരിക്കും. കല്ല് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് മുകളിലേക്കാണ് പോവുക. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതൊരു നെഗറ്റീവ് വർക്കാണ്. ദെൻ വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് വെൻ വി ത്രോ എ സ്റ്റോൺ അപ്വേഡ്. നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിയുന്ന സമയത്ത് വർക്ക് ഡൺ ചെയ്തത് പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് വർക്കായിരിക്കും. കാരണം നമ്മൾ മുകളിലേക്കാണ് കല്ല് എറിയുന്നത്, കല്ല് പോകുന്നത് മുകളിലേക്ക് തന്നെയാണ്. The work done by the force applied by a crane on the object while lifting it. അതായത് ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രെയിൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ക്രെയിൻ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. കാരണം ക്രെയിൻ ഒബ്ജക്റ്റിനെ താഴ്ന്ന് മുകളിലേക്കാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. The work done on an object by a crane when the object is lifted up. അതായത് ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഉയർത്തുന്ന സമയത്ത് അവിടെ ചെയ്ത വർക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ദെൻ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനട്ട് ഫാൾസ് ഡൗൺ. ഒരു കോക്കനട്ട്, ഒരു തേങ്ങ താഴേക്ക് വീഴുന്ന സമയത്ത് ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ആ തേങ്ങ വീഴുന്നതും താഴേക്കാണ്, അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ എ സൂപ്പർ മാർക്കറ്റ് എ ഷോപ്പർ പുഷസ് എ ട്രോളി to a distance of 16 meter by applying a force of 95 Newton continuously. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഷോപ്പർ ഒരു ട്രോളി തള്ളിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എത്ര ഡിസ്റ്റൻസിൽ? 16 മീറ്റർ ഡിസ്റ്റൻസിലാണ്. 95 ന്യൂട്ടൺ ഫോഴ്സാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, 2 ഇക്വേഷനാണ് വർക്ക് ഡണ്ണുമായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഹൈറ്റ് തന്നിട്ടില്ല. ആ ഒരു ബോഡിനെ അല്ലെങ്കിൽ ട്രോളിനെ നിരക്കി നീക്കാണ് തള്ളിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ W=F×S ആയിരിക്കും. F എന്ന് പറഞ്ഞാൽ 95 ആണ്, ഇൻറ്റു S എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ 95 × 16 = 1520 ജൂളായിരിക്കും. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ കഴിയാണ്. ദെൻ നമുക്കിനി എനർജീനെ കുറിച്ചും പവറിനെ കുറിച്ചുമൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.